അപ്പം ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഡേ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് രാവിലെ മോർണിംഗ് വാക്ക് ഉണ്ട്, ട്രക്കിങ്, ഓഫ് റോഡ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇന്ന്. ഇപ്പോൾ എണീറ്റ് ഇതേ സൗണ്ടൊക്കെ പോയി. ഇന്നലത്തെ ഹാങ് ഓവറാണ്, സൗണ്ട് ഇല്ല, തൊണ്ടവേദന ഒന്നും കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ സ്റ്റിൽ പിന്നെ എനർജി ഇന്ന് നമുക്ക് ഇന്നലത്തേക്കാൾ അടിപൊളിയാക്കണം. അതുകൊണ്ട് എനർജിയിൽ വൈപ്പിലാണ് നിൽക്കണേ. അപ്പോൾ എണീറ്റു, ഇനി ചായ കുടിക്കാൻ പോകണം. ചായ കുടിച്ച് പോയി വന്ന് കഴിയുമ്പോൾ മോർണിംഗ് വാക്കിന് പോകും. അങ്ങനെ ഞങ്ങൾ നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി രാത്രി നിങ്ങൾക്ക് വരി കാണാൻ നല്ല രസമുണ്ട്. നല്ല ഫുള്ള് ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇനി ഇന്നത്തെ പോണ സ്ഥലങ്ങൾ അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റി. അപ്പോൾ അടുത്ത തെല്ലു കളിക്കാനാണ് ലൈറ്റൊക്കെ അവിടെ സ്റ്റേ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും അവിടെ ഉണ്ടാവും സ്ത്രീകൾക്ക്. അവിടെ കുറേ ടെൻറ്റുണ്ട്. ഇവിടുത്തെ റൂമുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മളെ ഇവിടെ നിൽക്കാണ്. ഗ്രൂപ്പിൻ്റെ വർക്ക് ടൂസിൻ്റെ അഡ്മിനാണ്. പുള്ളി വലിയ ആളാണ് കേട്ടോ. ഇവക്സ് എന്തൊക്കെ മാനേജ് ചെയ്യണമെന്ന് അറിയാം. വർക്ക് സ്പോർട്സ്, ഈ വർക്ക് ടൂസ്, പിന്നെ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുക. കരാട്ടയാണ്, കരാട്ട ബ്ലാക്ക് ബെൽറ്റ്. പിന്നെ ഇല്ലാത്ത പരിപാടി ഒന്നുമില്ല. ഭയങ്കര ഫേമസ് ഉള്ള ആളാണ് കേട്ടോ. അവിടെ ഒന്ന് മാറ്റുമോ? എന്നെ വീഡിയോ എടുത്തോണ്ട് ചെയ്യാം. എന്നിട്ട് ഇത് കയറി ഇറക്കും ലാസ്റ്റ് ആവുമ്പോൾ. ഇതിനകത്ത് ഞാനില്ലല്ലോ ഇവിടെ. എന്റെ വണ്ടി അവിടെ കളഞ്ഞു പോയോ? വീഡിയോ ആയിരിക്കും വിട്ടെ. അല്ല അതൊക്കെ ഉണ്ട്. അത് അല്ല എനിക്കല്ല, ഫോർ മോർണിംഗ് വാക്കിന് പകരം ഞങ്ങൾക്ക് വാക്ക് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയോ ഒരു സ്ഥലവും പോകും. നിങ്ങൾക്ക് കേൾക്കേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Wow, super. Come on, let's go. Apati tete no, apati ya, apati tete, apati to, apati cool, apati. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ മുടിപ്പാറയിലാണ് നിക്കണത്. അപ്പൊ ഇവിടെ നിന്ന് ഇനി താഴത്തോട്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ തന്നെ നല്ല വ്യൂ ആണ്. അവിടെ പാറയുണ്ട്. അല്ലെ പാറയുള്ളല്ലേ മുടിപ്പാറയിലുണ്ടാവും, അതെനിക്ക് അങ്ങനെയില്ല. അവിടെ നോക്ക് നല്ല ഭംഗിയുണ്ട്. വാട്ടർ ടാങ്ക് അല്ല അതെ, അത് വാട്ടർ ടാങ്ക് ആണ്. അത് നോക്കണ്ട, ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള രസമുണ്ട്. ഒരു തണുപ്പ് ഫീൽ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോ തണുക്കണ്ട്, നല്ലോണം തണുക്കുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് നന്നായിട്ടുണ്ട്. ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാണ്? അതെനിക്കറിയാം, വേള ചേച്ചിയുടെ അടുപ്പം. അടിച്ചു മാറ്റൽ ഗൈസ്, ലെറ്റ്സ് എക്സ്പ്ലോർ മുടിപ്പാറ. മുടിപ്പാറ ചേച്ചി കീറിയ കോട്ടിട്ട് എവിടെ പോവാ? കീറിയ കോട്ടിട്ട് എവിടെ പോവാ? കീറിയതോ ഗൈസ്? ഇത് ഒരു പണി പറ്റിപ്പോയി, ബൈക്കിന്റെ ഇടയിൽ പോയത്. ഇറക്കിപ്പോയി ഇതിലെ ബൈക്ക് ഇറക്കിപ്പോയി ഗൈസ്. ഇതിലേക്കോട്ടൊരു ബൈക്ക് ഇറക്കി തന്നെ ഇറങ്ങാണ്. നീ കപ്പിൾസ് ഉണ്ടോ ഒരുമിച്ച് ഞങ്ങളൊക്കെ സിംഗിൾ പസംഗ അടമിങ്കിൾ. അതൊക്കെ അവിടെ നോക്കും.
ആയിട്ടുള്ള വഴിയാണ്. തെന്നി കഴിഞ്ഞാൽ അതാണ് പിന്നെ പെയിന്റ് അടിക്കാൻ പറ്റില്ല. പിടിച്ച് പിടിച്ചാണ് പോകുന്നത്. പാവം വീഡിയോ എന്റെ ക്യാമറാമാൻ ഷമീർക്കയുടെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫോൺ കൈ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. ആരും പിടിക്കാൻ പോലും ഇല്ല. ഷമീർക്ക വീണാൽ ഞങ്ങളുടെ പേത്തേക്ക് വീഴുള്ളൂ. അതാണ് ഞങ്ങളുടെ മലയാണ്. ഇപ്പൊ നമ്മള് കോടിയായി അവിടേക്ക് വന്നപ്പോ ക്ലീൻ ആയിരുന്നു. നോക്കിപ്പോ നമ്മൾ ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ താഴെ എത്തിച്ചേരും. അവിടെ അടുത്ത് അടിപൊളി ഒരു വ്യൂ ഉള്ളൊരു പറയുന്ന വ്യൂ ആണ് അവിടെ നിന്ന് കാണുന്നത്. കാണാം നമുക്ക്. നമ്മളവിടെ നിന്ന് കണ്ടതിനേക്കാളും അടിപൊളിയാണ് ഇവിടുത്തെ. നമ്മളിവിടെ ഒന്നുള്ള വ്യൂ ടെന്റ് ഉണ്ട്. അവിടെ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ട്. ശരിക്കും നൈറ്റ് ഇവിടെ വരണം, നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ കണ്ടോ. പിന്നെ നോക്കി ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്. അവിടെ ടെന്റ് പോലത്തെ സംഭവം ഉണ്ട്. പിന്നെ അവിടെ വ്യൂ അതേട്ടൻ ബൈക്ക് ഇറക്കി എന്ന് പറഞ്ഞിട്ട് ചേട്ടാണ് നിൽക്കണം. ബൈക്ക് ഇറക്കി ഇവിടെ ഇരിക്കാൻ പറ്റിയ അടിപൊളി ഒരു രക്ഷയില്ല. അടിപൊളി എന്താ നോക്കി ഇതൊക്കെ ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ രാത്രി കാണാൻ അടിപൊളിയായിരിക്കും. വാവ് ബ്യൂട്ടിഫുൾ വ്യൂ. ആ മരമാണ് എന്റെ ടാർഗറ്റ്. Cameraman is on the work. അടുത്ത വീഡിയോഗ്രാഫർ, വീഡിയോ എഡിറ്റർ, ഒഫീഷ്യൽ വീഡിയോ എഡിറ്റർ. 1 മില്യണൊക്കെയാണ് വ്യൂസ് ഗൈസ് വീഡിയോസിന്. അത്ര പറയാൻ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഹോണസ്റ്റായിട്ട് റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് റിസോർട്ടായാലും ഇപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടായാലും അവിടെ നല്ല രസമാണ്. ഇപ്പം ഞങ്ങളിവിടെ വന്ന മുടിപ്പാറ സംഭവം അതും നല്ല രസമുണ്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര കാറ്റും എന്താ പറയുക നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് കണക്ഷനും കൂടി ഇവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ സെറ്റൽ പീപ്പിൾ കൂടിയുള്ള ആൾക്കാരാണല്ലോ കുറച്ചും കൂടി നമ്മുടെ ട്രിപ്പ് വൈബാക്കുക. അതുപോലെ അതുപോലെയുള്ള ആൾക്കാരെയും കിട്ടി. എല്ലാം അടിപൊളിയാണ്. ഫുൾ നല്ല കാറ്റും എല്ലാം അടിപൊളി ക്ലൈമറ്റാണ്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് മാറി നിന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴായാലും ട്രിപ്പ് പോയപ്പോഴായാലും ഇതുപോലെ തന്നെ ചേപ്പാറ എന്ന് പറഞ്ഞാൽ ഒക്കെയാലും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആയാലും പക്ഷെ അവിടെ കുറച്ചും കൂടിയും ഇതിനേക്കാളും എവിടെ നോക്കിയാലും ഫ്രെയിം അങ്ങനെയായിരുന്നു. ഇവിടെ കുറച്ച് സ്ഥലത്ത് ഫ്രെയിമുള്ളൂ, കുറച്ച് സ്ഥലം ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ ഇവിടെ പാറ അങ്ങനെ കുറച്ച് സെറ്റപ്പ് ഉള്ളൂ. പക്ഷെ അവിടെ കുറേ ഉണ്ടായിരുന്നു, മൊത്തം പാറയായിരുന്നു. നടക്കാൻ നമുക്ക് എവിടെയാണെങ്കിൽ ബൈക്ക് ഓടിക്കാം എനിക്ക് പറ്റും. പക്ഷെ ഇവിടെ ഇറക്കൽ മഴ ആയതുകൊണ്ട് തെന്നും, അപ്പോൾ അത് കുറച്ച് ടാസ്ക് ഉണ്ട് അങ്ങനെ. പക്ഷെ ഇവിടെയും കൊള്ളാട്ടോ. അത് ഓരോ സ്ഥലത്തും ഓരോ വൈബ് അങ്ങനെയാണ്. എന്നാലും ഇവിടെയും സെയിം പാറ തന്നെ. പിന്നെ വ്യൂ ഉണ്ട്, കോടയുണ്ട്. അതാണൊരു പ്രത്യേകത ഉള്ളത്. ഫോട്ടോ എടുക്കണല്ലേ അങ്ങോട്ട് അങ്ങോട്ട് രണ്ടാൾ നേരെ നോക്ക്. നേരെ ചേച്ചി നേരെ ചേച്ചി. ഭയങ്കര കാറ്റായി. അവിടെ ഫോട്ടോഷൂട്ട് ഓണത്തിന്റെ നമ്മള് സിംഗിളായോണ്ട് സിംഗിൾ ബസ് കാട് വൈബ് മല പിന്നെ അവിടെ ടെന്റ് എന്താ പറയാ ഇറ്റ്സ് കൈൻഡ് ഓഫ് വൈബ്. ഇവിടുത്തെ കാറ്റാണ്. കാറ്റാണ് സാറേ രക്ഷയില്ല. അറിയില്ല എന്താണ് കാറ്റ് രക്ഷയില്ല. നല്ല തണുപ്പ്. വന്നപ്പോൾ ഈ തണുപ്പും ഉണ്ടായില്ല. ഇപ്പോൾ ഇതേ സമയം കൂടുതൽ ഭയങ്കര തണുപ്പാണ്. ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര തണുപ്പാണ്. ഇതാണ് അവസ്ഥ. അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ചു പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ
കഴിക്കാൻ പോവാണ് പ്ലീസ്. അപ്പുണ്ട്, മുട്ടക്കറി ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, ഇവിടെ ബ്രെഡും ചീസും പിന്നെ ജാമൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാണ്. അത് കളിച്ചപ്പോൾ വലിയ പീസ് പോലെ. അപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുണ്ടെന്നാണ് തോന്നുന്നു അങ്ങോട്ട്. അപ്പോൾ പോയിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെയുള്ളൊരു ചേട്ടൻ്റെ വെക്കാൻ മോതിരം കാണാണ്ട്. അപ്പോൾ അതിന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാർ. ഒരു വെള്ളത്തിൽ ചാടി തപ്പിയിട്ടും സാധനം ഇതിലിട്ട് കിട്ടിയിട്ടില്ല. ആ ചേട്ടൻ്റെയാണ് പോയത്. പാവ ചേട്ടൻ ഭയങ്കര ശോകമുഖ അവസ്ഥയിലാണ്. ഇന്നലെ നടന്ന സംഭവം ഇന്നലെ കൂടിക്കളിച്ചപ്പോൾ ചേട്ടന്മാർക്ക് സാധനം ഇപ്പോൾ കിട്ടിയിട്ടില്ല. കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ വന്നിട്ട് ഇനി ഒരു ശ്രമം കൂടി നടത്തും. ഇപ്പം നമ്മൾ വാട്ടർഫോളിൽ പോയി തിരിച്ചു വന്നിട്ട് നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് എല്ലാവരും കൂടി നോക്കും, തപ്പി നോക്കും. കിട്ടാളാണെങ്കിൽ കിട്ടും, പോവാളാണെങ്കിൽ പോകും. നമുക്ക് അത്ര പറയാൻ പറ്റുള്ളൂ. പ്രതീക്ഷയാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ലേ. അപ്പം നമ്മൾ ജസ്റ്റ് ഇറങ്ങി നോക്കും, നമ്മുടെ മാക്സിമം നോക്കുക. കിട്ടുകയാണെങ്കിൽ ആ ചേട്ടൻ്റെ സന്തോഷം നമുക്ക് സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനം അല്ലേ. നമുക്ക് പെട്ടാടെ നാല് തുപ്പണ്ട് കേട്ടോ, മൈൻഡ് ചെയ്യണം. എന്റെ കോളേജിലുള്ള ചേട്ടനാട്ടോ, എന്റെ സീനിയറാണ്. ഗപ്പി എന്നാണ് പേര്. കോളേജിലുള്ളവർക്കൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ എന്താ ഗപ്പി എന്നുള്ള പേര് കിട്ടിയെന്ന് ചോദിക്കായിരുന്നു. കോളേജിലൊരു ദിവസം ഞാൻ ഈ ചേട്ടനെ കാണുന്നത്, കോളേജിൽ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഫ്ലെക്സ് വെച്ചേക്കണം, ഹാപ്പി ബർത്ത്ഡേ ഗപ്പി. അങ്ങനെയാണ് ഞാൻ ഈ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അത് പിന്നെ അടുത്താണ് ഞങ്ങൾ കമ്പനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കമ്പനി വീണ്ടണത്. അതിപ്പോൾ ഈ റിസോർട്ടിൽ നിന്ന് കുറച്ച് കമ്പനി റിസോർട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. മുഖം എവിടെ എനിക്ക് നല്ല കണ്ടുപിടിച്ച് തോന്നി സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ഗപ്പിയാണ് ഗപ്പി. ഗപ്പിയുടെ പേര് വരാൻ കാരണം എന്താ പറയും? കോളേജിൽ ഗപ്പിന്ന് അറിയപ്പെടുന്നു. മുടി ഒരു കാരണമാണ്. അതെ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ വാട്ടർഫോൾസിലേക്ക് എത്തി. ഈ വാട്ടർഫോൾസിന്റെ പേര് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിയില്ല. ഞങ്ങളുടെ കൂടെ ഗൈഡ് ഉണ്ട്, റിസോർട്ടിലെ തന്നെ ആളുണ്ട്. അപ്പൊ ആളാണ് ഞങ്ങളെ കൊണ്ടുപോണത്. ഞങ്ങൾക്ക് പേരൊന്നറിയില്ല. സംഭവം സെറ്റാണ്, കണ്ടിട്ട് നോക്കി ഇരുന്ന് എല്ലാം എൻജോയ് ചെയ്യാം. അപ്പൊ ഞങ്ങള് വാട്ടർഫോൾസിലേക്ക് അവിടെ ചെന്ന് വഴിക്കലുണ്ടാവും. ഇത് കുഴപ്പമില്ല ചേച്ചി, നല്ല ഗ്രിപ്പുണ്ട്. അയച്ചോ ഗ്രിപ്പിട്ടോ, അതയച്ചോ. കോംപ്ലിക്കേറ്റഡ് കേസാണ്. ഞാൻ ഇവിടെ എത്തി ചേട്ടാ, അതിലേ വന്നാ മതിയായിരുന്നു. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് വാട്ടർഫാളിന്റെ ഫ്രണ്ടിൽ നിൽക്കാണ്. നമ്മളിവിടെ എത്തി. ഇവിടെ അടിപൊളിയാണ്. ഇതിന്റെ മുകളിൽ പാറയുണ്ട്, ഇവിടെ വാട്ടർഫാൾസ് ഉണ്ട്, മൊത്തം അടിപൊളിയാണ്. പക്ഷെ ഇറങ്ങാൻ കുറച്ച് പാടി വിട്ടു, കാരണം മഴ ആയതുകൊണ്ട് വഴുക്കലുണ്ടായിരുന്നു. ബാക്കി എല്ലാം അടിപൊളിയാണ്. മഴയുള്ള ഒരു വഴുക്കലിന്റെ പ്രശ്നം മാത്രമേ നമുക്ക് ഈ വഴി വരുമ്പുള്ളൂ. ബാക്കിയൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം അവിടെ എന്താണ് സംഭവം. കിടക്കണം വ്യൂ. എന്താ വ്യൂ, വിഷ്വൽ ബ്യൂട്ടി. എല്ലാ വീഡിയോയിലും ഇതൊക്കെയാണ്.
ഗ്ലാസ് എങ്ങനെയുണ്ട് മനോജിക്ക് തന്നു. മനോജിനായിട്ട് തന്നാണ്. വേണമെങ്കിൽ ആരും കണ്ടിട്ടില്ല, ചുമ്മാ നമ്മള് നേരത്തെ പ്ലേസിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാന്നാണ് ചേട്ടൻ പറഞ്ഞത്. ആ നിക്കണ ചേട്ടൻ്റെയാണ് ഈ കണ്ടത്. എങ്ങനെയുണ്ട് ഗീസ്? ഇഷ്ടമായില്ല. പക്ഷെ ഇത് നോക്കുമ്പോ ഫുള്ളി യെല്ലോ വൈബ് വന്നു. വെള്ളച്ചാട്ടം യെല്ലോ, ഈ നിക്കണ പച്ചയൊക്കെ യെല്ലോ ആയിട്ട് തോന്നുന്നു. ഞങ്ങള് വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ എടുത്ത അമ്മമ്മ ഞങ്ങൾക്ക് മാങ്ങ തന്നു. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ജാതിക്കൊക്കെ തന്നു. ഉപ്പിലിട്ട മാങ്ങ അടുത്തത് ജാതിക്കെടുക്ക്, ജാതിക്ക ടേസ്റ്റ് ഉണ്ടാവും. മാങ്ങ നമ്മൾ പൊട്ടിച്ചു. മുളകിരിക്കില്ല കാണാൻ. അതുകൊള്ളാം. എന്റെ ഒരു കുട്ടിയിട്ട് നിങ്ങൾ വന്നോ? നമ്മളെല്ലാരും മാങ്ങ തിന്നാണ്. ആ വള്ളി കെട്ടി എല്ലാത്തിനും എടുത്തോണ്ട് അതല്ലേ പക്ഷെ ഇത് എന്താ വില എഴുതിക്കുള്ളൂ നോക്കിക്കേ, കാണാനുണ്ടോ? ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റാണ് ട്രിപ്പ്. ഇങ്ങനെ ഇവിടുത്തെ എല്ലാം അടിപൊളിയായിരുന്നു. ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ ഫോൺ അടിക്കാൻ എവിടെയും കയറുമെന്ന് അറിയില്ല. ഇനി ഫുഡ് കഴിച്ചിട്ട് പിരിയും. അങ്ങനെയാണ് നമ്മൾ പോവാണ്. അവിടെ എല്ലാവരും കഥയൊക്കെ പറയുന്നു. ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു, ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. ഒച്ചൊന്നില്ല, അടിച്ചോടിച്ച് കൂടിപ്പോയി. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. ഫുഡ് കഴിച്ച് കയറി കഴിഞ്ഞ് ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. ഇപ്പം എല്ലാവരും കൂടി അവിടെ ഇരിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ കയറിയേക്കാൻ. ഇന്നലെ ഞങ്ങൾ കയറിയ സെയിം സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ കയറിയേക്കുന്നത്. കാരണം കുറേ ലോങ് പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ട് ഞങ്ങൾ അടുത്ത് തന്നെ വേഗം കഴിച്ചു. കാരണം ഇപ്പം സമയം 2:30 കഴിഞ്ഞു. കാരണം ഇപ്പം വൈഫ് ഫുഡ് കഴിച്ചാൽ വരേക്കല്ലേ കഴിക്കലേ കഴിഞ്ഞു. മന്തി കഴിക്കണം. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ചിന്മയുടെ ആ വൈബ് അത് പൊളിയാണ്. ട്രിപ്പിന് ഒരു 3 മാർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചിന്മയുടെ വൈബും കൂടെ ചേരുമ്പോൾ ട്രിപ്പിന് 5 മാർക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കേൾക്കണ്ടോ? കുറച്ചുകൂടെ അടുത്ത് പിടിക്കാം. വേണ്ട, അത്ര മതി. എന്നെ പറ്റി പൊക്കിയാണ് പറഞ്ഞത്. എന്നെ മാറി നിന്ന് എന്നെ കാണിക്കാണ്ട് ജ്യൂസ് കുടിക്കുകയാണ് കേസ്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് എനിക്ക് ജലദോഷമായതുകൊണ്ട് വീട്ടിൽ കയറ്റൂലേ. എന്നെ കൊണ്ടുവന്ന ഉത്തരവാദിത്വം പൂർണ്ണമായി ഇവളുടേതായതുകൊണ്ട് ഇവള് തണുത്തതൊന്നും എന്നെ കാണാൻ കുടിക്കുള്ളൂ. എന്താണ് നീങ്ങിയത്? അതെ, നമ്മളിങ്ങനെ പറയുള്ളൂ. നിങ്ങൾക്ക് അറിയില്ലേ. കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ മാമലക്കണ്ടം റൂട്ടാണ് പോണത്. ഇനി വേറെ എവിടെ നിർത്തണമെന്നില്ല, നേരെ അങ്ങോട്ടാണ്. സമയം 3 മണിയായി. ഫുഡ് കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങണം, നേരെ അങ്ങോട്ട് വിടണം. മഴ കിട്ടി, മഴ വന്നു. ഇത്ര നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നോക്ക് പുറത്ത് നല്ല മഴയും. ഞങ്ങൾക്ക് പണി ഈ ഹെൽമെറ്റും കോട്ട്, ഹെൽമെറ്റിലേക്ക് വെക്കാനല്ലേ, കോട്ടൊക്കെ എടുത്തിടണം. അയ്യോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി നേരെ മാമലക്കണ്ടം.
കൊച്ചിനെ കണ്ടാൽ ഇവൾക്ക് വീക്ക്നെസ്സാണ് കണ്ടില്ലേ കൊച്ചിനെ കൊണ്ടുവന്നൊക്കെ പറയണ കൊച്ചിനെ എടുത്തോണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടിരുത്തും തോളത്തോണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ കൊച്ചി വീക്ക്നെസ്സാണ് എല്ലാവരും വീക്ക്നെസ്സാണ് നോക്കി ഏതാ ചേച്ചി നോക്കി ചേച്ചി ഏതാ നോക്കി ചേച്ചി ഏതാന്ന് ചോദിക്കും ചേച്ചി ഏതാ ചോദിക്കും ചേച്ചി ആരാ എവിടെ നിന്നെന്താ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ചോദിക്കി വീഡിയോ എടുക്ക് ഡി ആ ലാസ്റ്റ് വീട്ടിൽ കൊണ്ടുപോട്ടോ കൊച്ചിനെ ഇത് തോന്നണ്ട എനിക്ക് കൊച്ചുങ്ങളെ വീഴ്ത്താനുള്ള കഴിവുണ്ട് കണ്ടില്ലേ ഓ കൊച്ചിനെ എന്നെ മതി ശോ എനിക്ക് വയ്യ എന്താ കൊച്ചിനെ എന്നെ മതി പോവാണ് അഡ്മിനുടെ പൈസ കൊടുക്കുന്നു കുറച്ചാളെ ചായ് ചായ് പറയണല്ലോ മിഠായി മിഠായി പറയണം ഉപ്പും മുളകൊന്നും കൊടുക്കില്ല കൊച്ചു കരയും മിഠായി ചിന്നുന് മിഠായി കുമ്പളക്ക് മിഠായി വേണ്ട 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 ഉറപ്പല്ലേ വേണ്ട പിന്നാലെ വരെ എടുത്തിട്ട് യൂട്യൂബ് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അപ്പൊ അനുസരിച്ച് നമ്മുടെ പ്ലാൻ എന്താന്ന് പറഞ്ഞത് അതല്ല ഇവിടെ പറയാൻ നമ്മുടെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞു ചിന്നുവിനെ സഹിച്ച് ഞങ്ങൾ വയ്യാണ്ടായി അത് കാരണം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാൻ തയ്യാറാവുകയാണ് വീട്ടിലേക്കോ എന്റെ വീട്ടിലേക്ക് നേരെ വീട്ടിലേക്ക് അങ്ങനെ നാമലക്കണ്ട സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണം സൗണ്ടൊക്കെ പോയിട്ടാണ് ഇതൊന്നും പറയാൻ പറ്റില്ല ടീച്ചർ വലിയ സൗണ്ട് ആവില്ല സ്കൂളിൽ പോയി ഞാൻ വന്നിട്ട് നമ്മുടെ ഒത്ത് സ്കൂളിൽ ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കാൻ പോവാണ് ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഞാനിപ്പോൾ ചടങ്ങ് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ വിടാൻ ഇറങ്ങി ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വന്നേക്കാണ് പിന്നെ സൗണ്ടൊക്കെ കേൾക്കണ്ടെന്ന് അറിയില്ല എനിക്ക് ഒച്ചയ്ക്ക് പോയി എനിക്ക് ഒച്ചെടുക്കാൻ പറ്റാനുള്ള സ്ട്രെയിൻ ചെയ്യാൻ പറ്റാനുള്ള ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ നിൽക്കണത് ഇനി അടുത്ത സ്ഥലം എവിടെയെങ്കിലും ഇറക്കുമോ അറിയില്ലത് പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയതാട്ടോ അല്ലാണ്ട് പ്ലാനിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പോൾ തന്നെ നമ്മൾ പോകും കാരണം നമ്മൾ 6 മണിക്ക് എങ്കമാലിൽ എത്തുന്നതാണ് തിരിച്ചെത്തുന്നതാണ് പറഞ്ഞേക്കണം അതുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ 10-11 മണിയൊക്കെയാവും ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ ഇറങ്ങും ഓക്കെ ഗൈസ് ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു അപൂർവമായ സംഭവം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ട്രിപ്പിൽ അച്ഛനും മോനും കൂടി വന്നേക്കാണ് ഇതാണ് അച്ഛൻ ഈ അച്ഛൻ്റെയാണ് മോതിരം കാണാണ്ടായി പോയെന്ന് നമ്മ പറഞ്ഞത് ഈ അച്ഛൻ്റെ മോതിരമാണ് മിസ്സിങ് ആയി പോയത് അച്ഛനും മോനും നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ട് അപൂർവല്ലേ ട്രിപ്പൊക്കെ വരുമ്പോ മോൻ അച്ഛനൊക്കെ ആയിട്ട് നല്ല കോമ്പോ മോൻ അതാണ് മോൻ വരുന്നത് ആ പച്ച ഷർട്ടിട്ട് വരുന്നതാണ് മോൻ അപൂർവങ്ങളിൽ അപൂർവമാണ് ഗൈസ് ഇതാണ് അച്ഛനും മോനും അച്ഛൻ മോൻ ഫ്രണ്ടിൽ പോകണം അച്ഛൻ ബാക്കിൽ പോകണം എല്ലായിടത്തും പേടിയുള്ള ഒരാൾ പോലും എവിടേക്ക് വരില്ലല്ലോ നമ്മളെ കൂടെ ആള് പോകുന്നുണ്ട് ആ ജീപ്പ് ഇറക്കാൻ പോട്ടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കോടെ ട്രക്കിങ്ങിന് പോകാൻ തോന്നുന്നു ഇരിക്കോടെ വന്ന് ഈ റൂട്ട് വന്ന് ഇരിക്കോടെ എടുക്കും ഗൈസ് നമ്മൾ നിൽക്കണത് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡിലാണ് നമ്മൾ നിൽക്കണത് കോതമംഗലത്തെ സ്വിറ്റ്സർലാൻഡാണ് ചോദിച്ചത് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും റീൽസ് കണ്ടേക്കുന്ന സ്ഥലം നേരിട്ട് ഇപ്പം കാണും അവിടെ കുറേ ആൾക്കാരുണ്ട് ഞായറാഴ്ച ഉണ്ടെന്ന് നല്ല തിരക്കുണ്ട് അവിടെ സേവനത്തിന് ഷൂട്ട് നടക്കണം എന്ത് ഉപ്പുമാങ്ങ എനിക്ക് ചായ കിട്ടിയില്ല ഉപ്പുമാങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കമോൺ ഗൈസ് എല്ലാവരും അവിടെ നിൽക്കണം പോയിട്ടില്ല
എടുത്താ ഐസ്ക്രീം നമുക്ക് ഇവിടെ വന്ന് നല്ല തണുപ്പും എല്ലാം കൂടി ഐസ്ക്രീം കൂടി കഴിച്ചാലോ അപ്പൊ തൊണ്ട സെറ്റാവും. നല്ല കുറച്ചേര് കട്ടൻ കാപ്പി പിടിക്കണം, കുറച്ചേരം ഐസ്ക്രീം കഴിക്കണം, കുറച്ചേരം ഐസ്ക്രീം കഴിക്കുന്നു, കുറച്ചേര് ഉപ്പുമാങ്ങ കഴിക്കുന്നു. എന്തല്ലേ മഴയത്ത് വെറൈറ്റി ആഗ്രഹങ്ങളാണ് കഴിക്കുന്നത്. ഞാൻ ഐസ്ക്രീം കഴിക്കാൻ ഐസ്ക്രീം എനിക്ക് കഴിക്കാൻ പറ്റാണ്ട് എന്നെ കൊതിപ്പിച്ചിടുന്ന് കഴിക്കുക. എനിക്ക് മറക്കാണ്ട ലിങ്ക് അയക്കണേ. അങ്ങനെ പറ്റണ ബാത്റൂമിൽ ഇറങ്ങില്ല, നോക്കിക്കോ ബാത്റൂമിൽ തന്നെ ഇരിക്കും. ഇവള് പറയുന്ന കാര്യമായിട്ടൊന്നും നടക്കൂല. നീ കണ്ടില്ലേ ഇക്ക ഞാൻ കഴിക്കാത്തോണ്ട് ഇക്കാൻ കഴിക്കാനുള്ള അല്ലേ സ്നേഹം. നമ്മ കഴിക്കില്ല, ഞാൻ കഴിച്ചില്ല. അവന് വേറെ അവൻ ശരിയല്ല. ഏയ് പുള്ളിയുടെ പറഞ്ഞു കൊടുത്ത ഐഡിയ അപ്പൊ മോനിത് പറഞ്ഞു അത് വേറെ സത്യം. ഇതാണ് സ്വിറ്റ്സർലാൻഡ്. ഇതുവഴി ഇറങ്ങി ഇങ്ങനെ അങ്ങനെ നടന്ന അപ്പുറത്ത് വെള്ളം പോകുന്ന സ്ഥലത്തോടൊക്കെ പോകാൻ പറ്റും നമുക്ക്. ഇവിടുന്ന് ഇറങ്ങണം. ഇത് നമ്മൾ അങ്കമാലി വെച്ച് കാണില്ലേ? അങ്കമാലി ചേട്ടാ ബൈ. അല്ലേ ഗൈസ്, അപ്പം നമ്മ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും പോവാണ്. അപ്പം ഞങ്ങൾ പെരുമ്പാവൂര് നിൽക്കണേ. അപ്പം എല്ലാവരും ഇവിടെ നിന്ന് കട്ട് ഔട്ടായിട്ട് പോവാണ്. ഞങ്ങൾ അങ്കമാലി ചെന്ന് ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിയും. അപ്പം 2 ദിവസം അടിപൊളിയായിരുന്നു. എന്താ പറയുക, നാളെ ഇനി ക്ലാസ്സിൽ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ രസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. കണ്ടില്ലേ സൗണ്ടൊക്കെ പോയി. ഇല്ലെങ്കിൽ പറയാം, വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലും ഉണ്ടാവില്ല. അപ്പം അടിപൊളി ട്രിപ്പായിരുന്നു. എന്ത് ട്രിപ്പ് അടിപൊളിയായിരുന്നു. അഡ്മിൻ പോരെങ്കിലും ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത ട്രിപ്പ് ഇതിനേക്കാൾ അടിപൊളിയാക്കണം. ഓ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. അഡ്മിൻ അടിപൊളിയല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചിന്നുവിനെ നമ്മൾ അടുത്ത റൈഡിന് കൊണ്ടുപോകുന്നത് എന്നിട്ട് വിളിക്കൂടാ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഈ ഫോട്ടോ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിട്ട് വെറുപ്പിക്കുന്നതായിരിക്കും, നിങ്ങൾ കാണണം. അത്രമാത്രം ഫോട്ടോ ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായില്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.